വളരെ സ്വാദിഷ്ടമായ പെർഫെക്റ്റ് സ്ട്രീറ്റ് സ്റ്റൈൽ വടാപ്പാവാണ് നമ്മളിന്ന് തയ്യാറാക്കാൻ പോകുന്നത്. വളരെ പെട്ടെന്ന് വളരെ എളുപ്പത്തിൽ ഇതെങ്ങനെ തയ്യാറാക്കാമെന്ന് നോക്കാം നമുക്കിന്ന്. അപ്പോൾ ഇതിനായിട്ട് ആദ്യം വേണ്ടത് നമുക്ക് വടയാണ്, അഥവാ പൊട്ടിറ്റോ ബോണ്ടയാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമുക്കൊരു പാനിലേക്ക് ആദ്യം കുറച്ച് എണ്ണ ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് അല്പം കടു ചേർത്ത് കൊടുക്കാം. ഈ കടുവൊക്കെ നന്നായിട്ടൊന്ന് പൊട്ടി വരുന്ന സമയത്ത് അല്പം കറിവേപ്പിലയും ഒരു നുള്ള് കായത്തിൻ്റെ പൊടിയും അല്പം ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ഇതൊന്ന് ആ മഞ്ഞൾപ്പൊടിയുടെ ആ ഒരു മണം ഒന്ന് മാറുന്നവരെ ആ എണ്ണയിലൊന്ന് ലോ ഫ്ലെയിമിലാണ് ഉള്ളത് ഒന്ന് വഴറ്റി കൊടുക്കാം. ഇതിലേക്ക് ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക് ചതച്ചത് ചേർത്ത് കൊടുക്കാം. ഇതിൻ്റെ കറക്റ്റ് അളവ് താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം. എന്നിട്ട് ഇത് നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കാം. ജസ്റ്റ് അതിൻ്റെ ആ ഒരു പച്ചമണം മാറുന്നവരെ ഒന്ന് വഴറ്റി കൊടുക്കാം. ഇനി ഇതിലേക്ക് 2 പുഴുങ്ങിയ പൊട്ടറ്റോസ്, നന്നായി വേവിച്ച പൊട്ടറ്റോസ് ചേർത്ത് കൊടുക്കണം. അപ്പോൾ ഇത് കൈ വെച്ചിട്ട് ഇതുപോലെ നന്നായിട്ടൊന്ന് ഉടച്ച് ചേർത്ത് കൊടുക്കാം. ഇതുപോലെ 2 എണ്ണം, ഇത്രയും എണ്ണം വെച്ചിട്ട് നമുക്കൊരു 8 ബോണ്ട വരെ ഉണ്ടാക്കാൻ വേണ്ടി പറ്റും, അഥവാ വട ഉണ്ടാക്കാൻ വേണ്ടി പറ്റും. ഇനി ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഈ സമയത്ത് ഒന്നുകിൽ ഫ്ലെയിം ഓഫ് ചെയ്യാം, അല്ലെങ്കിൽ ഏറ്റവും ലോവസ്റ്റ് ഫ്ലെയിമിൽ മാത്രം വെച്ചിട്ട് ഇതൊന്ന് മിക്സ് ചെയ്ത് കൊടുത്താൽ മതി. ഇത്രയും തന്നെ മതി. ഇനി ഇതിലേക്ക് ഇതിനാവശ്യമായ അത്രയും ഉപ്പ് ചേർത്ത് കൊടുക്കാം. കൂടെ തന്നെ ഒരു ചെറുനാരങ്ങയുടെ പകുതി അതൊന്ന് നന്നായിട്ട് പിഴിഞ്ഞ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. കൂടെ തന്നെ ഇനി നമുക്ക് വളരെ കുറച്ച് ഫ്രഷ് മല്ലി ഇലയും കൂടി ചെറുതായി അരിഞ്ഞത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇത്രയും തന്നെ ആയിക്കഴിഞ്ഞാൽ നമ്മുടെ ബോണ്ടയ്ക്ക് വേണ്ടിയിട്ടുള്ള അഥവാ വടയ്ക്ക് വേണ്ടിയിട്ടുള്ള ആ മസാല തയ്യാറായി കഴിഞ്ഞു. ഇനി ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് ഇതൊന്ന് ആറാനായിട്ട് മാറ്റി വയ്ക്കാം. ഇത് ആറിയതിന് ശേഷം നമുക്ക് ഉരുളകളാക്കിയെടുക്കാം. അപ്പോൾ ആ ഒരു സമയത്ത് നമുക്കിതിന് വേണ്ട ബാറ്റർ തയ്യാറാക്കാം. അതിനായിട്ട് 1 കപ്പ് കടലമാവ് ഒരു പാത്രത്തിലേക്ക് ചേർത്ത് കൊടുക്കാം. കൂടെ തന്നെ 1 ടീസ്പൂൺ അരിപ്പൊടി കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇതിനാവശ്യമായ അത്രയും ഉപ്പ്, ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, ഒരു നുള്ള് കായപ്പൊടി, വളരെ കുറച്ച് ചെറുനാരങ്ങയുടെ നീര് ചേർത്ത് കൊടുത്തു കഴിഞ്ഞാൽ ഇത് ബാറ്റർ നന്നായിട്ട് ഫ്ലഫി ആയിട്ട് വരും. അപ്പോൾ ഒരു 1/2 ചെറുനാരങ്ങയുടെ നീര് അത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ എല്ലാം കൂടി നന്നായിട്ടൊന്ന് യോജിച്ച് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് വെള്ളം അല്പാൽപമായി ചേർത്തിട്ട് നല്ലൊരു ബാറ്ററാക്കി എടുക്കണം. അല്പം തിക്കായിട്ടുള്ളൊരു ബാറ്ററാക്കി എടുക്കുന്നതാണ് നല്ലത്. കാരണം എന്നാലാണ് നമ്മളെ ആ ഒരു വടയ്ക്ക് വേണ്ടി നമ്മളിപ്പോൾ ഉണ്ടാക്കിയ ആ ഒരു പൊട്ടറ്റോ ഫില്ലിങ്സ് കറക്റ്റായിട്ടൊന്ന് കോട്ടായിട്ട് വരിക. അപ്പോൾ ഇതുപോലെ കൈ വെച്ചിട്ട് നന്നായിട്ടൊന്ന് കട്ടകളൊന്നും ഇല്ലാതെ നല്ല സ്മൂത്തായിട്ടുള്ള ബാറ്ററാക്കി എടുത്തിട്ടുണ്ട്. കണ്ടോ, നല്ല സ്മൂത്ത് ആയിട്ടുള്ള ബാറ്റർ ആക്കിയിട്ടാണ് എടുത്തിട്ടുള്ളത്. ഇതിപ്പോൾ ഈ ഒരു തിക്നെസ്സിലാണ് വെക്കുന്നത്. ഇനി നമ്മൾ ഉണ്ടാക്കാൻ തുടങ്ങുമ്പോൾ തിക്നെസ് കൂടുകയെന്ന് തോന്നുകയാണെങ്കിൽ വളരെ കുറച്ച് വെള്ളം, 1-2 ടീസ്പൂൺ വെള്ളം ചേർത്ത് കൊടുത്തിട്ട് ഇതൊന്ന് പ്രോപ്പറാക്കി എടുത്താൽ മതി. അല്ലാതെ ഒരുപാട് വെള്ളമായി പോകരുത് ബാറ്റർ. അപ്പോൾ ഈ ഒരു സമയം കൊണ്ട് നമ്മുടെ പൊട്ടറ്റോ മസാലയൊക്കെ നന്നായിട്ടൊന്ന് ആറിയിട്ടുണ്ട്. അപ്പോൾ അത് ഇതുപോലെ റൗണ്ടായിട്ടൊന്ന് നമുക്ക് ഉരുട്ടിയെടുക്കാം. കൈ വെച്ചിട്ട് ഇതുപോലെ നന്നായിട്ടൊന്ന് ഉരുട്ടിയെടുക്കുന്നുണ്ട്. അപ്പോൾ ഇത് ഏകദേശം നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഒരു 8 വടകൾ തയ്യാറാക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നേ. അപ്പോൾ ഇനി ഈ വടകൾ തയ്യാറാക്കുന്ന സമയത്ത് തന്നെ നമുക്ക് അല്പം പച്ചമുളക് കൂടി എണ്ണയിലിട്ടൊന്ന് വറുത്തെടുക്കണം. അപ്പോൾ അത് പൊട്ടിത്തെറിക്കാതിരിക്കാൻ അതിൻ്റെ മിഡിൽ ഇതുപോലെ ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്ത് കൊടുക്കണേ. ഇനി നമ്മൾ ഈ തയ്യാറാക്കിയ പൊട്ടറ്റോ ബോൾസ് നമ്മൾ ഈ ബാറ്ററിൽ ഒന്ന് ഡിപ്പ് ചെയ്തതിന് ശേഷം നന്നായിട്ടൊന്ന് കോട്ട് ചെയ്തെടുത്തതിന് ശേഷം നമുക്ക് എണ്ണയിലിട്ട് വറുത്തെടുക്കാം. അപ്പോൾ ഈ പൊട്ടറ്റോ ബോൾസ് അഥവാ അത്ര സ്റ്റിഫായിട്ടല്ല നിൽക്കുന്നതെങ്കിൽ നമുക്ക് വേണമെങ്കിൽ അല്പസമയം ഫ്രിഡ്ജിൽ വെച്ച് കൊടുത്താലും കുഴപ്പമില്ല. ഫ്രിഡ്ജിൽ വെച്ചിട്ട് എടുക്കുകയാണെങ്കിൽ അത് അല്പം ഒന്ന് കട്ട് ചെയ്ത് നിൽക്കുമല്ലോ. അതിന് ശേഷം ഈ ബാറ്ററിൽ കോട്ട് ചെയ്തെടുത്താലും മതി. വളരെ കുറച്ച് സമയം മാത്രം വെച്ചാൽ മതി. ഫ്രീസറിൽ വെക്കുകയും ചെയ്യരുത്. ഇതൊരു മീഡിയം ഹോട്ടായിട്ടുള്ള എണ്ണയിലേക്കാണ് നമ്മൾ ചേർത്ത് കൊടുക്കുന്നത്. എന്നിട്ട് ഒരു മീഡിയം ഫ്ലെയിമിൽ നമുക്കിത് വറുത്തെടുക്കാം. അപ്പോൾ നമ്മൾ പാത്രത്തിൻ്റെ ഒരു രീതി പോലെ എത്ര എണ്ണം വേണമെങ്കിലും നമുക്ക് ഒരേ സമയത്ത് വറുത്തെടുക്കാൻ വേണ്ടി പറ്റും. ഇത് ഇട്ട ഉടനെ തന്നെ നമ്മളിത് മറിച്ചിടരുത്. അല്പനേരം അതിൻ്റെ താഴത്തെ ഭാഗം ഒന്ന് കട്ട് ചെയ്തതിന് ശേഷം മാത്രം ഇത് തിരിച്ചിട്ടാൽ മതി കേട്ടോ. അത് അല്പസമയം ഒന്ന് ഫ്രൈ ആവട്ടെ. അപ്പോൾ ആ സമയത്ത് ഒരു സ്പൂൺ വെച്ചിട്ട് ഇതുപോലെ നമുക്ക് അല്പം ഓയിൽ ഇതിൻ്റെ മുകളിലൊന്ന് സ്പ്ലാഷ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഇത് നല്ലൊരു ക്രിസ്പി ആയിട്ടൊക്കെ വരും. ഇനി ഇത് മറിച്ചിട്ടിട്ട് നമുക്ക് ഇരുവശങ്ങളും നന്നായിട്ട് കുക്കാവുന്ന വരെ നമുക്കൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ ഇത് അല്പം തിക്കായിട്ടുള്ള ബാറ്റർ ആയതുകൊണ്ട് തന്നെ നമ്മൾ ഹൈ ഫ്ലെയിമിലിട്ടിട്ട് പെട്ടെന്ന് അങ്ങ് ഫ്രൈ ചെയ്തെടുക്കരുത്. ഒരു മീഡിയം ഹോട്ടായിട്ടുള്ള ഫ്ലെയിമിലിട്ടിട്ട് വേണം ഈ മാവൊക്കെ നന്നായിട്ടൊന്ന് കുക്കായി വരുന്നവരെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാൻ. അപ്പോൾ ഇത് ഏകദേശം തയ്യാറായിട്ടുണ്ട്. ഇത് നമുക്ക് എണ്ണയിൽ നിന്ന് കോരിയെടുക്കാം. ഇതുപോലെ തന്നെ ബാക്കിയുള്ള എല്ലാ വടാസും തയ്യാറാക്കിയെടുക്കാം. അത് നമുക്കൊരു സ്ട്രെയിനറിലേക്കോ അല്ലെങ്കിൽ ഒരു ടിഷ്യൂ പേപ്പറിൻ്റെ മുകളിലേക്കോ ഇടാം. എന്നിട്ട് അതിൻ്റെ എണ്ണ ഒന്ന് വാർന്നു പോട്ടെ.
അപ്പോൾ ഇനി ഇതേ എണ്ണയിലേക്ക് നമ്മൾ നേരത്തെ ഇതുപോലെ സ്ലിറ്റ് ചെയ്ത് കൊടുത്തില്ലേ പച്ചമുളക്, അത് കൂടെ ഒന്ന് വറുത്തെടുക്കാം. ശ്രദ്ധിക്കണേ, ഇതൊന്ന് നന്നായിട്ടൊന്ന് പൊട്ടിത്തെറിക്കും. അപ്പോൾ ഇതിൻ്റെ നടുവിൽ ഇതുപോലെ കട്ട് ചെയ്ത് കൊടുത്തില്ലെങ്കിൽ ഇത് വല്ലാതെ അങ്ങ് പൊട്ടിത്തെറിക്കും കേട്ടോ. അപ്പോൾ അതെന്തായാലും മറന്നു പോകരുത്. എന്തായാലും കട്ട് ചെയ്ത് കൊടുത്തിട്ട് മാത്രം ഇത് വറുത്തെടുക്കുക. അപ്പോൾ ഇതുപോലെ തന്നെ നമുക്ക് വറുത്തെടുക്കാം. അപ്പം നമുക്ക് വേണ്ടിയിട്ടുള്ള വടയും അതിൻ്റെ ഒരു കൂടെ തന്നെ കൊടുക്കാനുള്ള പച്ചമുളകും തയ്യാറായിട്ടുണ്ട്. ഇനി ആ ബാക്കിയുള്ള ബാറ്റർ നമുക്ക് ഇതുപോലെ ജസ്റ്റ് ഒന്ന് ഈ എണ്ണയിലേക്ക്, ചൂടായ എണ്ണയിലേക്ക് ഒന്ന് കൈവച്ച് തന്നെ ഒന്ന് സ്പ്ലാഷ് ചെയ്ത് കൊടുക്കുക. അപ്പം നമുക്ക് കുറച്ച് ബൂന്തീസ് മാതിരി കിട്ടും. അപ്പോൾ ഇത് ഒരുമിച്ച് തന്നെ ഒരുപാടെണ്ണം ആക്കിയെടുക്കുന്നതിൽ പ്രശ്നമൊന്നുമില്ല, നല്ല ക്രിസ്പി ആയിട്ട് തന്നെ വരും. ഇതൊന്ന് അല്പസമയം നല്ലൊരു ഗോൾഡൻ കളർ ആവുന്നവരെ ഈ എണ്ണയിലൊന്ന് നന്നായിട്ടൊന്ന് വറുത്തെടുത്താൽ മതി. അപ്പോൾ ഈ ഒരു രീതിയിൽ നമുക്ക് വറുത്തെടുക്കാം. അപ്പോൾ ഇതുപോലെ തന്നെ ബാക്കിയുള്ള മാവുണ്ടെങ്കിൽ നമുക്ക് മുഴുവൻ ഇതുപോലെ ബൂന്തീസ് തയ്യാറാക്കിയെടുക്കാം. അപ്പോൾ വടാപ്പാവിന് വേണ്ടിയിട്ടുള്ള വടയായി, പച്ചമുളകായി. ഇനിയിപ്പോൾ നമുക്ക് ഒരു ഡ്രൈ ആയിട്ടുള്ള ഒരു റെഡ് ചട്നി ഉണ്ടല്ലോ, അതൊന്ന് തയ്യാറാക്കണം. അപ്പോൾ അതിനായിട്ട് ഒരു പാനിലേക്ക് ഒരു 5-6 വെളുത്തുള്ളി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇതിൻ്റെ പുറം വശം ഒരു ചെറുതായിട്ടൊരു ഗോൾഡൻ ആയിട്ട് വന്നു കഴിഞ്ഞാൽ നമ്മുടെ ഈ ചട്നിക്ക് കുറച്ചുകൂടെ ടേസ്റ്റി ആയിരിക്കും കേട്ടോ. അപ്പോൾ അതിനാണ് ഈ പാനിലോട്ട് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. ഒരു ലോ ടു മീഡിയം ഫ്ലെയിമിലാണ്. ഇതിൻ്റെ കൂടെ തന്നെ ഒരു 1/2 കപ്പ് അളവിൽ ഉണങ്ങിയ തേങ്ങ ജസ്റ്റ് ഒന്ന് ഗ്രേറ്റ് ചെയ്തത് ചേർത്ത് കൊടുക്കുന്നുണ്ട്. വളരെ കുറച്ച് തന്നെ മതി, 1/2 കപ്പ് തന്നെ വേണമെന്നൊന്നുമില്ല, ഒരു 1/4 കപ്പ് തന്നെ മതിയായും. ഇനി ഇതെല്ലാം കൂടി ജസ്റ്റ് ഒന്ന് റോസ്റ്റ് ചെയ്തെടുക്കാം. ഡ്രൈ റോസ്റ്റ് ചെയ്തെടുത്താൽ മതി, എണ്ണയൊന്നും ചേർത്ത് കൊടുക്കണ്ട. അതൊന്ന് റോസ്റ്റ് ആയതിനു ശേഷം നമുക്ക് അതൊരു മറ്റൊരു പ്ലേറ്റിലേക്ക് മാറ്റാം, ഒന്ന് ആറാനായിട്ട്. എന്നിട്ട് ഇതേ പാനിലേക്ക് ഒരു കൈപ്പിടിയോളം കപ്പലണ്ടി ചേർത്ത് കൊടുക്കാം, കടല. എന്നിട്ട് ഇതും ഒന്ന് ജസ്റ്റ് ഒന്ന് റോസ്റ്റ് ചെയ്തെടുക്കണം. അപ്പോൾ ഇത് തൊലിയുള്ളതോ തൊലിയില്ലാത്തതോ ഏത് വേണമെങ്കിലും യൂസ് ചെയ്യാം കേട്ടോ. ജസ്റ്റ് ഒന്ന് റോസ്റ്റ് ചെയ്തെടുത്താൽ മതി. ഇതുപോലെ നന്നായിട്ടൊന്ന് ആ ഒരു ചൂടിലൊന്ന് അതിൻ്റെ നന്നായിട്ടൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കണം. ഇത് നമുക്ക് പൊടിച്ചെടുക്കണം. അപ്പോൾ നേരത്തെ മാറ്റിയ ആ പാത്രം ഉണ്ടല്ലോ, അതിലേക്ക് ഈ കടലയും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇതെല്ലാം അല്പം ഒന്ന് ആറിയതിന് ശേഷം നമുക്കൊരു മിക്സിയുടെ ജാറിലോട്ട് ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം. പിന്നെ ഇതിലേക്ക് വേണ്ടത് 1 ടീസ്പൂണോളം മുളക് പൊടി. ഇതിപ്പോൾ അല്പം കളറും ഉണ്ട്, അത്യാവശ്യം ഒരു മീഡിയം എരിവുള്ള ഒരു മുളക് പൊടിയാണ്. ഇത് എന്നിട്ട് നന്നായിട്ടൊന്ന് ക്രഷ് ചെയ്തെടുക്കാം. ഇതുപോലെ ക്രഷ് ചെയ്തെടുക്കാം. അപ്പോൾ നമ്മൾ ചട്നി റെഡി ആയി കഴിഞ്ഞു. ഇതിലേക്ക് വെള്ളമൊന്നും ചേർത്ത് കൊടുക്കേണ്ട, ഇത്രയും മാത്രം മതി. ഇതുപോലെ ഡ്രൈ ആയിട്ടാണ് ഈ ചട്നി ഉണ്ടാവുക. ഇതുപോലെ തന്നെ ചേർത്ത് കൊടുത്താൽ മതി. നമ്മൾ നേരത്തെ ആ ബൂന്തീസ് ഉണ്ടാക്കിയില്ലേ, ആ ബൂന്തി വേണമെങ്കിൽ നമുക്ക് ഈ കടല ചേർത്ത് കൊടുക്കുന്നതിന് പകരം ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. അങ്ങനെ വേണമെങ്കിലും ഈ ചട്നി തയ്യാറാക്കാം. അപ്പോൾ ഇനി നമുക്ക് ഈ വടാപ്പാവ് ഒന്ന് അസംബിൾ ചെയ്യാം. അപ്പോൾ അതിനായിട്ട് ഇവിടെ പാവ് ബൺസ് എടുത്തിട്ടുണ്ട്. അപ്പോൾ ചെറിയ ചൂടോട് കൂടിയിട്ടുള്ള ബൺസ് ആണെങ്കിൽ അതിന് പ്രത്യേക രുചിയായിരിക്കും. അപ്പോൾ ജസ്റ്റ് ഒന്ന് ചൂടാക്കി എടുക്കുകയാണെങ്കിൽ നല്ലതാണ്. എന്നിട്ട് ഇതുപോലെ ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കാം. ഇതിൻ്റെ മിഡിലൂടെ ഇതുപോലെ കട്ട് ചെയ്യുന്ന സമയത്ത് അപ്പുറത്തെ വശം വരെ എത്താതിരിക്കാൻ ഒന്ന് ശ്രദ്ധിക്കണേ. എന്നിട്ട് ഇതിലേക്ക് നമുക്ക് ഈ റെഡ് ചട്നി ഉണ്ടല്ലോ, അത് ലാവിഷായിട്ടൊന്ന് ചേർത്ത് കൊടുക്കാം. നമുക്കറിയാം മുംബൈ സ്റ്റൈലിലുള്ള ഒരു വടാപ്പാവിൽ ഈ ചട്നിയാണ് കൂടുതൽ ഉണ്ടാവുക. അപ്പോൾ ഇത് നന്നായിട്ട് ലാവിഷായിട്ട് ചേർത്ത് കൊടുക്കാം. ഇനി നമ്മൾ തയ്യാറാക്കിയ വട ഉണ്ടല്ലോ, ഈ ബോണ്ട, അത് ജസ്റ്റ് ഒന്ന് പ്രസ് ചെയ്ത് കൊടുത്തതിന് ശേഷം ഇതിലേക്ക് വെച്ച് കൊടുക്കാം. കൈ വെച്ചിട്ട് 2 കൈ വെച്ച് പ്രസ് ചെയ്ത് കൊടുക്കാമെങ്കിൽ അങ്ങനെ ചെയ്യാം കേട്ടോ. ഇനി കുറച്ചുകൂടി അധികം ഈ റെഡ് ചട്നി ചേർത്ത് കൊടുക്കാം, അതിനാണ് അതിൻ്റെ ഒരു പ്രത്യേക ടേസ്റ്റ്. ഇനി ഒരു പച്ചമുളക് നമ്മൾ വറുത്തത് ഇതിൻ്റെ മുകളിൽ വെച്ച് കൊടുക്കാം. പിന്നെ നമ്മൾ ഈ സോഫ്റ്റ് ആയിട്ടുള്ള ഈ വടയുടെ കൂടെ നല്ല ക്രിസ്പി ആയിട്ടുള്ള ഈ ബൂന്തി വരുമ്പോൾ അതിന് നല്ലൊരു ടേസ്റ്റി ആയിരിക്കും. അപ്പോൾ ആ ഒരു ബൂന്തീസും കൂടി വെച്ച് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ഇതുപോലെ ഒന്ന് അടച്ച് നല്ലൊരു ബൈറ്റ് എടുക്കാം. ഇത്രയേ ഉള്ളൂ, നമ്മുടെ വടാപ്പാവ് തയ്യാറായി കഴിഞ്ഞു. ഇനി ഇതല്ലെങ്കിൽ നമുക്ക് വേറെ രീതിയിലും കൂടി ഉണ്ടാക്കാം. ഇതിൻ്റെ അകത്ത് ഗ്രീൻ ചട്നിയും അതുമാതിരി ടാമറിൻ ചട്നിയൊക്കെ ആഡ് ചെയ്തിട്ടും ഉണ്ടാക്കാം കേട്ടോ. അപ്പോൾ ഗ്രീൻ ചട്നി ഉണ്ടാക്കുന്നുണ്ടെങ്കിൽ അതിന് 1 കൈപ്പിടിയോളം മല്ലിയില നമുക്ക് മിക്സിയുടെ ചെറിയ ജാറിലേക്ക് ചേർത്ത് കൊടുക്കാം. അതിൻ്റെ പകുതി അളവിൽ പുതിനയില ചേർത്ത് കൊടുക്കാം. പിന്നെ ഇതിലേക്ക് എരിവിന് ആവശ്യമായ അത്രയും പച്ചമുളക് ചേർത്ത് കൊടുക്കാം. ഒരു 4 മീഡിയം എരിവുള്ള പച്ചമുളകാണിത്. ഇനി ഇതിലേക്ക് വേണ്ടത് ഒരു 4-5 വെളുത്തുള്ളി, അത്രയും ചേർത്ത് കൊടുക്കാം, ഒരു മീഡിയം സൈസുള്ളത്. പിന്നെ ഒരു ചെറിയ കഷ്ണം ഇഞ്ചി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇതിലേക്ക് 1 ടേബിൾ സ്പൂണോളം പൊട്ടുകടല അഥവാ റോസ്റ്റഡ് ചനദാൽ ഉണ്ടല്ലോ, അതൊന്ന് ചേർത്തിട്ട് ജസ്റ്റ് ഒന്ന് ക്രഷ് ചെയ്തെടുക്കാം. അതിനുശേഷം ഇതിലേക്ക് ആവശ്യമായ അത്രയും ഉപ്പ് ചേർത്ത് കൊടുക്കാം. നമുക്ക് ഈ റെസിപ്പിയിൽ എല്ലാത്തിലും ഉപ്പുണ്ട്, അപ്പോൾ വളരെ കുറച്ച് മാത്രം മതി. ഇതിലേക്ക് ആവശ്യത്തിന് വെള്ളം കൂടി ചേർത്തതിന് ശേഷം നന്നായിട്ടൊന്ന് ഇതുപോലെ ഒന്ന് അരച്ചെടുക്കാം. അപ്പോൾ അത്രയേ ഉള്ളൂ, ഗ്രീൻ ചട്നി തയ്യാറാക്കാൻ വളരെ എളുപ്പമാണ്. അപ്പോൾ ഇത്രയേ ഉള്ളൂ. ഈ മിക്സിയിലേക്ക് അല്പം കൂടി വെള്ളം ചേർത്തിട്ട് ഇതേ പാത്രത്തിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഓക്കെ, ഇത്രയും ചെയ്ത് കഴിഞ്ഞാൽ ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം നമുക്കിതിലേക്ക് വളരെ കുറച്ച് ചെറുനാരങ്ങ നീര് കൂടെ ലാസ്റ്റിലൊന്ന് ചേർത്ത് കൊടുക്കണം. ഒരു 1/2 സ്ലൈസ് തന്നെ മതി.
അതിൻ്റെ ആ ഒരു നീര് മാത്രം ഇതിലേക്കൊന്ന് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ഒന്നുകൂടി മിക്സ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ഗ്രീൻ ചട്നി തയ്യാറായി കഴിഞ്ഞു. അപ്പോൾ ഈ ഗ്രീൻ ചട്നി ചേർത്ത് കൊടുക്കുകയാണെങ്കിൽ വടാപ്പാവിന് കുറച്ചുകൂടി ടേസ്റ്റി ആയിരിക്കും. ഇതുപോലെ തന്നെ നമുക്ക് ടാമറിൻ ചട്നിയും കൂടി തയ്യാറാക്കാം. പക്ഷെ അതിവിടെ കാണിക്കുന്നില്ല, നമുക്ക് വേറൊരു വീഡിയോയിൽ കാണാം. അപ്പോൾ ഇപ്പോൾ തയ്യാറാക്കി ഈ ഗ്രീൻ ചട്നി പാവിൽ ലാവിഷായിട്ടൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. ഇതിൻ്റെ മുകളിൽ നമ്മൾ തയ്യാറാക്കിയ ആ റെഡ് ചട്നി, ഡ്രൈ റെഡ് ചട്നി ഉണ്ടല്ലോ, അത് കൂടെ വെച്ച് കൊടുക്കാം. ഈ ഡ്രൈ റെഡ് ചട്നി നേരത്തെ തയ്യാറാക്കി വെച്ചാലും കുഴപ്പമൊന്നുമില്ല, അത് നന്നായിട്ട് തന്നെ ഇരിക്കും കുറേ നാളത്തേക്ക്. കാരണം ഡ്രൈ ചെയ്തെടുത്ത, നന്നായിട്ട് റോസ്റ്റ് ചെയ്തെടുത്ത സാധനങ്ങളല്ലേ, അപ്പോൾ അത് നന്നായിട്ട് തന്നെ നിൽക്കും. അപ്പോൾ കുറച്ചധികം വേണമെങ്കിൽ തയ്യാറാക്കാം കേട്ടോ. അപ്പോൾ ഇതിൻ്റെ കൂടെ ഇനി നമുക്ക് നല്ല ക്രിസ്പി ആയിട്ടുള്ള ബൂന്തിയും നമ്മുടെ സോഫ്റ്റ് ആയിട്ടുള്ള വടയും കൂടി വെച്ച് കൊടുക്കാം. അല്പം കൂടി റെഡ് ചട്നി വെച്ച് കൊടുത്ത് കുറച്ച് ഗ്രീൻ ചട്നി ഒന്ന് സ്പ്രിങ്കിൾ ചെയ്തതിന് ശേഷം നമ്മൾ വറുത്ത് വെച്ച ആ പച്ചമുളകും കുറച്ച് ബൂന്തീസും കൂടി ഇതിൻ്റെ മുകളിൽ ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ഇതുപോലെ നമുക്കൊന്ന് കഴിച്ചു നോക്കാം. ഇത് വളരെ ടേസ്റ്റിയാണ്. അപ്പോൾ നിങ്ങൾക്ക് ഗ്രീൻ ചട്നി ചേർക്കാതെ ഉണ്ടാക്കി നോക്കാം. എന്തായാലും ആ റെഡ് ചട്നി മിസ് ചെയ്യരുത്, അതാണ് ഇതിൻ്റെ ഹൈലൈറ്റ്. അപ്പോൾ തീർച്ചയായിട്ടും ട്രൈ ചെയ്ത് നോക്കൂ. വളരെ ടേസ്റ്റിയാണ്, പറയേണ്ട ആവശ്യമില്ല. പെർഫെക്റ്റ് സ്ട്രീറ്റ് സ്റ്റൈൽ ആ ഒരു ടേസ്റ്റ് തന്നെ കിട്ടും. അപ്പോൾ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. താങ്ക് യു ഫോർ വാച്ചിങ്.